ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. എത്താ നബീസോച്ച് കൊറേ നേരമല്ല ഈ ചാറ്റുകോട്ടയിൽ ഇങ്ങനെ തെരച്ചിൽ തുടങ്ങിയിട്ട്. അന്റെ എന്താ നീ പോയി? ഇന്റേതൊന്നും പോയിട്ടില്ല. നമ്മളെ സാജി വലിച്ചെറിഞ്ഞേ PM ശ്രീ ഇതിലുണ്ടോ നോക്കുകയാണ്. അത് ഇജ്ജ് തരണ്ട നബീസോ. അത് നമ്മളെ മുഖ്യമന്ത്രി മേനോൻകുട്ടിയും നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിയും കൂടി ഒപ്പിടാൻ കൊണ്ടുപോയില്ലേ? പഠിച്ചോനെ അത് ഒപ്പിടാൻ കൊണ്ടേയോ? നീ നമ്മളെ കുട്ടികളെ പാഠപുസ്തകത്തേക്ക് കൊറേ ആൾക്കാർ കേറി വരൂലേ? അങ്ങനെ പറയണു. നമ്മളെ ഒറ്റച്ചങ്കന്റെ കുട്ടികളെ PM ശ്രീ ഒപ്പിടാൻ പോയപ്പോഴേ നമ്മളെ ലീഗിന്റെ കുട്ടികൾ അങ്ങനെ പറഞ്ഞീന്നു. അതുകൊണ്ട് പറഞ്ഞതാണ് ഞാന്. നമ്മളെ കുട്ടികളെ പാഠപുസ്തകത്തേക്കേ ഒരു ഇബിലീസുകളും കേറി വരൂല. അതിലുള്ള ഒരു ഔലിയാക്കളെ ഇറങ്ങി പോകൂലേ? നമ്മളെ ലീഗിന്റെ കുട്ടികളെ ബിസിമി ചെല്ലിക്കാണ്ടാണ് ഈ PM ശ്രീയിൽ ഒപ്പിടുന്നത്. എങ്ങനെ ഇബിലീസ് കേറി വരിക? ഏറ്റച്ചങ്കന്റെ കുട്ടിയാക്കേ ബിസിമി ചെല്ലാൻ അറിഞ്ഞില്ല. ഓരോ ഒപ്പിട്ടക്കണെങ്കിലേ ഈ PM ശ്രീ അലാലായില്ല. ഇതൊക്കെ പാണക്കാട്ടുന്ന മന്ത്രിമാരായ കുട്ടികളാണ്. ഓലൊക്കെ ബർക്കത്തുള്ള കജ്ജ അതേറ്റാണ്ട് ഒപ്പിട്ടാല് ഒരു ബുദ്ധിമുട്ടും നമ്മള് സ്കൂളത്തെ കുട്ടികളെ പാഠപുസ്തകത്തിൽ ഉണ്ടാവൂല. വടച്ച തമ്പുരാനെ, ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് തന്നെ ഈ PM ശ്രീ കേരളത്തിൽ നടപ്പാക്കിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മലയാളികളുടെ ആകെ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുക.